أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولمصنف الكتاب ولشرائه ولجميع المسلمين والمسلمات اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما إنك أنت العليم الحكيم. 51 حديث. حدثنا إبراهيم بن حمزة قال حدثنا إبراهيم بن سعيد عن صالح عن ابن شهاب عن عبيد الله بن عبد الله أن عبد الله بن عباس أخبره قال أخبرني أبو سفيان بن حرب أن هرقل قال له سألتك عن هل يزيدون أم ينقصون فزعمت أنهم يزيدون وكذلك الإيمان حتى يتم وسألتك هل يرتد أحد سخطة لدينه بعد أن يدخل فيه فزعمت أن لا وكذلك الإيمان حين تخالط بشاشته القلوب لا يسخطه أحد. صدق رسول الله. ഇത് നേരത്തെ വന്ന 7ാമത്തെ ഹദീസിൻ്റെ ഒരു ഭാഗം, ഒരു കഷ്ണമാണ്. വിശദമായിട്ട് വന്നല്ലോ. ഹിറക്കൽ രാജാവിൻ്റെ അടുക്കൽ അബൂ സുഫിയാനെയും കൂട്ടരെയും വിളിച്ചു വരുത്തി വിചാരണ ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ചോദിച്ചതും അങ്ങനെ അവിടെ ഉണ്ടായ വിഷയങ്ങളൊക്കെ 7ാമത്തെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കഷ്ണം അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അത് കൊടുത്തതിൻ്റെ ഉദ്ദേശം ഈമാൻ വർദ്ധിക്കും എന്നുള്ളതാണ്. ഈമാൻ വർദ്ധിക്കും എന്നതോടുകൂടെ തന്നെ അദ്ദേഹം രാജാവ് ചോദിച്ച പല കാര്യങ്ങളും അതൊക്കെ ദീനാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പഠിക്കുക, അറിയുക, അതൊക്കെ ദീനാണ് എന്ന നിലക്ക്. ഇവിടെ ഇപ്പം പറഞ്ഞത് ഹൽ യർത്തദ്ദു അഹദുൻ സഖ്തത്തൻ ലിദീനിഹി ബഅദ അൻ യദ്ഖുല ഫീഹി എന്ന് ഹിറക്കൽ രാജാവ് ചോദിച്ചു. ദീനിൽ കടന്നവരാരെങ്കിലും അതിൽ നിന്ന് മുർത്തദ്ദായി പിരിഞ്ഞു പോന്നിട്ടുണ്ടോ, പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടോ? ഇപ്പോൾ സഖ്തത്തല്ലി ദീനിഹി നമ്മുടെ ദീൻ ഉപയോഗിച്ചു. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു ഇല്ല. ഫസഅംത അല്ല. അപ്പം ഹിറക്കൽ രാജാവ് പറഞ്ഞു കദാലിക്കൽ ഈമാനു ഹീന തുഖാലിത്തു ബശാശത്തുഹുൽ ഖുലൂബ ലാ യസ്ഖത്തുഹു അഹദുൻ എന്ന് പറഞ്ഞു. ഈമാനിൻ്റെ ബശാശത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രസരിപ്പ്. ഈമാൻ കടന്നാൽ അതിങ്ങനെ വികസിച്ച് ഇൻഷിറാഹുൽ ഖുലൂബ് ഉണ്ടാവും, അത് കൂടിക്കൂടി വരും, ഈമാൻ വർദ്ധിക്കും. അതാണ് പറയുന്നത്. ഈമാൻ്റെ ആ രസവും ഹലാവത്തും ഇങ്ങനെ വർദ്ധിച്ച് വരും. അങ്ങനെ വരുമ്പം അവനക്ക് അതിനോട് ദേഷ്യമൊന്നുമല്ല ഉണ്ടാവുള്ള, സ്നേഹമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഈ കഷ്ണം ഇവിടെ കൊടുത്തതിൻ്റെ ഉദ്ദേശം. നമ്മുടെ ബാബിനോട് യോജിച്ച ഒരു ഭാഗം അതിലുണ്ട് എന്നുള്ളതാണ് അർത്ഥം. 52ാമത്തെ ഹദീസ്. حدثنا أبو نعيم حدثنا زكريا عن عامر قال سمعت النعمان بن بشير يقول سمعت رسول الله صلى الله عليه وسلم يقول الحلال بين والحرام بين وبينهما مشبهات لا يعلمها كثير من الناس فمن اتقى المشبهات استبرأ لدينه وعرضه ومن وقع في الشبهات كراع يرعى أهل اللماء يوشك أن يواقعه ألا وإن لكل ملك هما ألا إن هم الله في أرضه محارمه ألا وإن في الجسد مضغة إذا صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب. صدق رسول الله. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അൽ ഹലാലു ബയ്യനുൻ, ഹലാലായ കാര്യം ബയ്യനായതുണ്ട്. നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ നിയമം ഭൂമിയിലുണ്ട്. അതിൽ ഹലാലായിക്കൊണ്ട് തന്നെ വളരെ വ്യക്തമാക്കി പറഞ്ഞ കുറേ ഹലാലുകളുണ്ട്. ഹറാം ഏതാണെന്നും വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇന്നതൊക്കെ ഹറാമാണെന്ന് ഖുർആനിലും ഹദീസിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഒബൈനഹുമാ മുശബ്ബഹാത്തുൻ, മുസ്തബിഹ് എന്ന് വേറൊന്ന് കാണും, മുസ്തബിഹാത്ത്. ഇവിടെ മുശബ്ബഹാത്ത് ഷിബ്ഹാക്കപ്പെട്ടത്, തിരിച്ചറിയാത്ത നിലയിലുള്ളത്, തസ്ബീഹാക്കപ്പെട്ടത് എന്ന്. തസ്ബീഹാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം കൊടുക്കാം. ഒന്ന്, പഴയ നിയമം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട്
ശിബ്ഹാക്കിയിട്ട് ഖിയാസാക്കി പറഞ്ഞ മസലകൾ, അല്ലെങ്കിൽ അതിന് സാധാരണക്കാർ കൊടുക്കുന്ന മസലകൾ, അതാണ് തിരിച്ചറിയാത്ത അല്ലെങ്കിൽ അവ്യക്തമായ ഹലാലാണോ ഹറാമാണോ എന്ന് നസ്സില്ലാത്ത അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇനി ഇമാമിങ്ങൾ തന്നെ, ഇത്തിഹാദിൻ്റെ ഇമാമിങ്ങൾ തന്നെ അത് അങ്ങനെ നിയമമാക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെയും ഇല്ലാത്ത, നിയമമാക്കാത്തതുമായ കുറേ വിഷയങ്ങൾ പുതുതായൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുണ്ടാകുമ്പം അതിന് വ്യക്തമായ ഒരു നിയമമൊന്നുമില്ല എങ്കിലും അത് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയം. നമ്മൾ ശുബ്ഹത്തിൻ്റെ എന്ന് പറയാറുണ്ടല്ലോ, അതിൽ ശുബ്ഹത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഗണ്യതമായിട്ട് ഹറാമാവാനും സാധ്യതയുണ്ട്. അതിൻ്റെ നിയമപരമായ വശങ്ങൾ നോക്കുമ്പം ഹലാലാണ് എന്ന് നമുക്ക് വിധിക്കാം. മറ്റുള്ളതിനോടൊക്കെ താരതമ്യപ്പെടുത്തുമ്പം നമുക്കങ്ങനെ വിധിക്കാം. പക്ഷെ ഹറാമാവാനും സാധ്യതയുണ്ട് എന്ന് കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ലാ യഅലമുഹാ കസീറും മിനൻ നാസി, ജനങ്ങളിൽ അധിക ആൾക്കാർക്കും അത് അറിഞ്ഞുകൂടാ, സാധാരണക്കാർക്ക് ഇത് അറിയില്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അത്തരം സംഗതി വേണ്ടാന്ന് വെച്ചാണോ? എന്തിനപ്പം അത് ചെയ്യുന്നത്? ഹലാലാണെന്ന് നമുക്ക് നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹറാമാവാനും സാധ്യതയുണ്ടല്ലോ എന്ന് വരുന്ന വിഷയങ്ങൾ ഒഴിവാക്കൽ, അതാണ് വറഅ് എന്ന് പറയുന്നത്. വറഅ്, തഖ്വ, വറഅ് എന്ന് പറയുന്നത് അതാണ്. അപ്പം അത്തരം കാര്യങ്ങൾ ഫമനിത്തക്കൽ മുശബ്ബഹാത്തി ഇസ്തബ്ര അലി ദീനിഹി വഇർദിഹി, അവന് ബറാഅത്ത് കിട്ടും, അവൻ അതിന് ഒഴിവ് കിട്ടും, മോചനം കിട്ടും. മുശബ്ബിഹാത്തിനെ സൂക്ഷിച്ചാൽ, മുശബ്ബിഹാത്ത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ചെയ്യാണ്ടിരിക്കുക. അത് ഹലാലാണെന്ന് നിലക്ക് ചെയ്യാവുന്നതാണ്, പക്ഷേ ചെയ്യാതിരിക്കുന്നത് ലിദീനിഹി, അവൻ്റെ ദീനിന് അവൻ ബറാഅത്താക്കലായി. അപ്പം ദീനിൽ അവൻ്റെ ദീൻ അവൻ സംരക്ഷിച്ചു, ദീനിൽ കേടില്ല. ഒഴിവാക്കിയ ദീനിൽ കേടില്ലല്ലോ. അത് ഹറാമാവാം, ഹലാലായാൽ തന്നെയും ഇപ്പം എന്താ ഹലാൽ ചെയ്തോളുന്നില്ലല്ലോ. വഇർദിഹി, അവൻ്റെ അഭിമാനത്തെയും, അവനങ്ങനെ ഇങ്ങനെയൊക്കെ വേണ്ടാത്തതൊക്കെ ചെയ്തല്ലോ എന്നുള്ള ഒരു ദുഷ്പേർ അവന് വരുന്നതിനെ തൊട്ടും കാത്തു, അവൻ്റെ ദീനിനെയും കാത്തു അവൻ. അപ്പം അത്തരം സംഗതികളും മുശബ്ബഹാത്തായ മുസ്തബ്ബിഹത്തായ സാധനങ്ങളൊക്കെ എന്താക്കുക, ഒഴിവാക്കുക. അത്രത്തോളം സൂക്ഷ്മത വരുന്നതാണല്ലോ ദീനിൻ്റെ ഉയർച്ച. ദീനിൽ ഉയരുന്നത് അതാണല്ലോ. സംശയം ഉള്ള സംഗതികൾ പോലും വെടിഞ്ഞുകൊണ്ട് ഉറപ്പുള്ളതിനെ മാത്രം എടുത്ത് ആ പാതയിൽ കൂടെ സഞ്ചരിക്കും. കുറേ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് ഈമാൻ്റെ ഉയർച്ചയ്ക്ക് കാരണം. ആ തഖ്വ, അതാണ് തഖ്വ. ഇനി ഒമം വഖഅ ഫി ശുബ്ഹാത്തി, ഇങ്ങനെ ശുബ്ഹത്തായ സംഗതികളിൽ ഒരുത്തം ബാക്കിയായി വെക്കുക. അങ്ങനെ ബാക്കിയായാൽ എന്ത് സംഭവിക്കവിടെ? ശുബ്ഹത്തിൽ ഹറാമും സംഭവിക്കാലോ, ഹറാമാവാലോ, നിരോധിക്കപ്പെട്ട കാര്യമാവാലോ. അങ്ങനെ വന്നാൽ കറായിൻ, അവനൊരു ഉദാഹരണം പറയാം. ഇടയൻ ആടുമാടുകളെ മേയ്ക്കുന്ന ഒരുത്തനെ പോലെയാണ്. യർആ ഹൗലൽ ഹിമ, ഹിമ എന്ന് പറഞ്ഞാൽ പ്രത്യേകം അവന് ഓരോരുത്തർക്കും അല്ലെങ്കിൽ രാജാക്കന്മാരുണ്ടാക്കി വെക്കുന്ന അവരുടെ പ്രത്യേക സ്ഥലം, അവിടെ മറ്റുള്ളവർക്ക് പ്രവേശനമില്ല, അങ്ങനത്തെ സ്ഥലമുണ്ട്. പ്രൊട്ടക്റ്റഡ് ഏരിയ. ആ ഏരിയയിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ ആടിനെ മേയ്ക്കാം. ഒരു കൃഷിസ്ഥലം, അന്യൻ്റെ ഒരു കൃഷിസ്ഥലമാണ്. അതിൻ്റെ വേലി എന്നും പറയാം ഹിമക്ക്. ആ വേലിക്ക് അരികെ നമ്മളിങ്ങനെ മേയ്ക്കുകയാണെങ്കിൽ ചിലപ്പം ആ മൃഗങ്ങൾ തല നീട്ടി അതിൻ്റെ ഉള്ളിലത്തേക്ക് കടിക്കൂലേ, സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അത്ര അടുത്തുകൊണ്ടുപോയിട്ട് എന്തിനാണ് മേയ്ക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കും. കുറച്ച് വിട്ടുകൊണ്ടുപോയി മേയ്ച്ചാൽ പോരെ, വേറെ സ്ഥലമൊക്കെ അല്ലേ. അപ്പോൾ ആരാൻ്റെ വായ നശിപ്പിക്കാൻ, ആരാൻ്റെ കൃഷി നശിപ്പിക്കാൻ അതിൻ്റെ ചുറ്റുഭാഗത്തിന് അതിൻ്റെ അടുപ്പിച്ചെന്നെ കൊണ്ടുപോയിട്ട് എന്തിനാണ് മേയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഏത് ശുബ്ഹത്തിൻ്റെത് നമ്മൾ എടുക്കുന്നത് എന്തിനാ? നമുക്കല്ലാത്തതിന് ഇഷ്ടം പോലെ എടുക്കാനില്ലേ, അവിടെ പോയി എടുത്താൽ പോരെ. ഈ ഹലാൽ, ഈ വക്കത്തുള്ള ഹറാമിൻ്റെ വക്കത്തുള്ള ഹലാൽ തിരഞ്ഞെടുക്കണം എന്തിനാണ്? അപ്പം ഹൗലൽ ഹിമ, പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ ചുറ്റുഭാഗത്തും യൂഷിക്കു മേയ്ക്കുന്ന ഇടയനെ പോലെയാണ്. യൂഷിക്കാൻ വാക്കിയഹു, അതിൽ വാക്കിയാവാൻ, അതിൽ തലയിട്ട് കടിക്കാനും മേയാനും ഒക്കെ ഇട വന്നേക്കൂലേ. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണ് മുശബ്ബഹാത്തിൻ്റെ സ്ഥിതി. അതിനൊരു ഉദാഹരണം അത്. അലാ വ ഇന്നലി കുല്ലി മലിക്കിൻ ഹിമ, എല്ലാ രാജാക്കന്മാർക്കും ഒരു ഹിമയുണ്ട്. അലാ ഇന്ന ഹിമല്ലാഹി ഫി അർളിഹി മഹാരിംഹു, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവൻ്റെ ഹിമ എവിടെയാണെന്നറിയോ? അവൻ്റെ മഹാരിം, അവൻ ഹറാമാക്കിയതാ. അവിടേക്കാരും കടക്കാൻ പാടില്ല. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക്
ആരും കടക്കാൻ പാടില്ല. അതാണ് അള്ളാഹുവിൻ്റെ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അലാ വ ഇന്ന ഫിൽ ജസദി മുളകത്തൻ. അപ്പം അത്രയും സൂക്ഷിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ല ഉയർന്ന ജീവിതം. മുഅ്മിനിൻ്റെ ഉയർച്ച അവിടെയാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജസദിൽ ഒരു മുളകത്തുണ്ട്, ഓരോരുത്തരുടെ ശരീരത്തിൽ ഒരു മാംസക്കഷ്ണമുണ്ട്. ഇതാ സലഹത്ത് സലഹൽ ജസദ് കുല്ലുഹും. അത് നന്നായാൽ, ശുദ്ധമായാൽ, ഹൃദയ വിശാലത, അതുപോലെ ഉദാര മനസ്കത എന്നൊക്കെ പറയുന്ന ആ വിശേഷണങ്ങൾ വെച്ചുകൊണ്ട്, നല്ല നല്ല വിശേഷണങ്ങൾ, ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട വിശേഷണങ്ങളെ കൊണ്ട് ആ മുളകത്ത്, ആ മാംസക്കഷ്ണം നന്നായാൽ സലഹൽ ജസദ് കുല്ലുഹു, അവൻ്റെ ശരീരം, ആൾ നന്നാവും. ആ ഇറച്ചിക്കഷ്ണം നന്നായാൽ ആൾ നന്നായി. വൈദാ ഫസദത്ത് ഫസദൽ ജസദ് കുല്ലുഹു. ആ ഇറച്ചിക്കഷ്ണം വടക്കായാൽ, നാശമായാൽ, ശരീരം ആകെ അവൻ തന്നെ എന്താകും? നാശമാകും. ഏതായി ഇറച്ചിക്കഷ്ണം? അലാ വഹിയൽ കൽബു. കൽബാണ്. അപ്പോൾ കൽബ് നന്നാവണം മനുഷ്യൻ്റെ. കൽബ് നന്നായാൽ മനുഷ്യൻ നന്നായി. ഹൃദയം നന്നാവണം. അതാണ് നമ്മൾ അകം നന്നാവുക. പുറം നന്നായാൽ പോരാ. അകം നന്നായാൽ പുറം നന്നാവും, അകവും പുറവും നന്നാവും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ കരുത്തുകൾ വേണം. എന്തിനാണിപ്പം ഒരു സംശയമുള്ളതിലേക്ക് നമ്മൾ പോകുന്നത്? ഉറപ്പുള്ളതിന് ഇവിടെ അല്ലേ? നമുക്ക് തൽക്കാലം ലേശം വിഷമമുണ്ടാവും, എന്നാലും അതങ്ങോട്ട് സഹിച്ചിട്ട്, അള്ളാഹുവിൻ്റെ ഹിമയാണത്, ഹിമയിൽ വികാൻ സാധ്യതയുണ്ട്, ഹറാമാവാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന കാര്യങ്ങൾ വരെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സൂക്ഷ്മ ജീവിതം ജീവിക്കുന്ന ജീവിതമാണ് ഈമാൻ ഉയർന്ന ജീവിതം സമ്പാദിച്ചവൻ അവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബ്നു അബ്ബാസ് തങ്ങൾ ബസ്രയിലെ വാലിയായിരുന്നു അലി ഇബ്നു അബി താലിബിൻ്റെ ഖിലാഫത്ത് കാലത്ത്. അവിടെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായി അബൂ ജംറ, അദ്ദേഹത്തെ കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസിന് ഒരുപാട് ഉപകാരം കിട്ടിയിട്ടുണ്ട്. അതായത് അയാളൊരു ബഹുഭാഷാ പണ്ഡിതനാണ്, ഫാരിസി ഭാഷയൊക്കെ അറിയാമായിരുന്നു അബൂ ജംറയ്ക്ക്. അപ്പോൾ ആ നിലക്ക് പരിഭാഷപ്പെടുത്താനും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ചിലത് ഉപദേശിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അബൂ ജംറയോട് ഇഷ്ടപ്പെട്ട് അബൂ ജംറയെ അവിടെ പിടിച്ചിരുത്തുമായിരുന്നു. അതാണ് പറഞ്ഞത്, കുന്തു അഖ്ഉദു മഅ ഇബ്നു അബ്ബാസിൻ. ഞാൻ ഇബ്നു അബ്ബാസിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. യുജ്ലിസുനി, എന്നെ അദ്ദേഹം ഇരുത്തും, അലാ സരീരിഹി, അദ്ദേഹത്തിൻ്റെ കട്ടിലിന് മേൽ എന്നെ ഇരുത്തും, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഇരുത്തും. അപ്പോൾ അതൊരു പദവിയാണല്ലോ. ആ പദവി എനിക്ക് അദ്ദേഹം തരുമായിരുന്നു. അതെന്നെ ബഹുമാനിച്ചിട്ടാണ്. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, അഖിം ഇന്ദി, നിങ്ങൾ എൻ്റെ അടുക്കൽ തന്നെ ഇരിക്കണം എന്നെ സഹായിക്കാൻ വേണ്ടി എന്ന്. എത്താ അജ്അലക സഹ്മൻ മിൻ മാലി, എൻ്റെ മുതലിൽ നിന്ന് നിങ്ങൾക്ക് ഞാനൊരു സഹ്മ്, ഒരു ഭാഗം തരും, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളി, നിങ്ങളെ ചെലവിനൊക്കെ ഉള്ള വക നമ്മൾ തരാം എന്നുള്ള നിലക്ക് പറഞ്ഞു. അത് പറയാൻ ഒരു കാരണം, അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പ്രതിഫലമാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇൽമ് പഠിപ്പിക്കുന്നതിന് പ്രതിഫലം വാങ്ങാം, മുഅല്ലിമീങ്ങൾക്കും മുദരിസുമാർക്കും ഒക്കെ ശമ്പളം വാങ്ങാം എന്ന് ഇതിൽ നിന്ന് ചിലർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, തിരക്കടില്ല. ഖുർആൻ പഠിപ്പിക്കുന്നതിന് പ്രതിഫലം വാങ്ങാൻ പറ്റിയതിൽ വെച്ച് ഏറ്റവും നല്ലത് ഖുർആൻ പഠിപ്പിക്കുന്നതിനാണ് എന്നൊക്കെ ഹദീസ് ഉണ്ടല്ലോ, അതും ഇതിന് പിൻബലാണ്. അങ്ങനെ ആയിക്കോട്ടെ. അതല്ല, ഇതിനൊരു കാരണമുണ്ട് എന്നും പറയുന്നുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഇബ്നു അബ്ബാസിനെ സന്തോഷിപ്പിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. അതായത് അബൂ ജംറ പറയാണ്, ഞാൻ തമത്വ ചെയ്തു. ഹിറാമിൽ, ഹജ്ജിൻ്റെ ഹിറാമിൽ 3 കോലം പറയുന്നുണ്ടല്ലോ, 4 കോലം പറയുന്നുണ്ട്. അതിൽ ഒന്ന് തമത്വ ആണ്. തമത്വന് പിന്നെ ഫിദിയ കൊടുക്കണം. തമത്വ എന്ന് പറഞ്ഞാൽ ആദ്യം ഉംറ ചെയ്യുക, പിന്നെ ഹജ്ജിൻ്റെ സമയമാകുമ്പം ഹജ്ജിന് ഹിറാം ചെയ്യുക. അത് മക്കത്ത് നിന്നായിരിക്കും, അതിന് മീക്കാത്ത് ഉണ്ടാവില്ല. ഒരു മീക്കാത്ത് മിസ്സാൽ വരും അവിടെ. ഹജ്ജിന് ഹിറാം ചെയ്യുന്നവർ മീക്കാത്തിൽ നിന്ന് ഹിറാം ചെയ്ത് പോകണമല്ലോ. അവിടെ അവർ ചെയ്തത് ഉംറക്ക് ഇറാം ചെയ്യുകയും പകരം ഹജ്ജിൻ്റെ ഇറാം മക്കയിൽ തന്നെ വെച്ച് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താക്കണം, ഒരു അറിവ് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മളെ മസലുള്ളത്. പക്ഷേ അക്കാലത്ത് പലരും
അത് പാടില്ല എന്ന് പറയുന്നവരുണ്ടായിരുന്നു, തമത്തു പാടില്ല എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതറിയാത്തവരോ അല്ലെങ്കിൽ ആ മസല അത്ര വിശാലമായി ചിന്തിക്കാത്തവരോ ഒക്കെ ആയിരിക്കണം അങ്ങനെ ധരിച്ചത്. ആ കാലത്ത് അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പല ഹദീസുകളും വരുന്നുണ്ട്. ഏതോ ആവട്ടെ, ഇത് സംബന്ധമായിട്ട് ഞാൻ തമത്തു ചെയ്തപ്പം ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, അത് ശരിയല്ലല്ലോ എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് അതിനെന്താക്കി, അത് ചെയ്യാം എന്നെന്താക്കി എനിക്ക് ഫത്വ തന്നു. അങ്ങനെ ഞാൻ തമത്തു ചെയ്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കത്തിൽ കണ്ടു, കിനാവിൽ കണ്ടു. കാന്ന റജുലൻ യഖൂലു ലി ഹജ്ജും മബ്രൂർ, അതായത് ഒരു മനുഷ്യനെ കണ്ടു, ആ മനുഷ്യൻ എന്താക്കി, ഹജ്ജും മബ്രൂർ എന്ന് പറഞ്ഞു, ഉംറത്തും മുതക്കബ്ബല എന്നും പറഞ്ഞു. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അനുവാദമാണ്. മബ്രൂറ ഹജ്ജായാലും ചെയ്ത് ഹജ്ജും ഉംറയും എന്താണ്, മക്ബൂലും മബ്രൂറും ആണ് എന്ന ഒരു സന്തോഷ വാർത്ത ഉറക്കത്തിൽ എനിക്ക് കിട്ടി. ആ സന്തോഷ വാർത്ത ഞാൻ ഇബ്നു അബ്ബാസിൻ്റെ അടുക്കൽ പോയി പറഞ്ഞു കൊടുത്തു, ഞാൻ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസിന് വലിയ സന്തോഷമായി. കാരണം മൂപ്പരാളതിന് ഫത്വ കൊടുത്തത് ശരിയാണെന്ന് പറഞ്ഞിട്ട്, അതിനോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം യോജിച്ച് വന്നല്ലോ. അപ്പം അഖ്ബർതു ഇബ്നു അബ്ബാസ് ഫഖാല, അപ്പം ഇബ്നു അബ്ബാസ് പറഞ്ഞു, സുന്നത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണത്, ശരിയാണ്. അതുകൊണ്ട് അക്കിം ഇന്ദി, നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ നിൽക്കി, അജിയാലക്ക സുഹ്മം മിൻ മാലി എന്ന് ഒരു സംഭവം പറയുന്നുണ്ട്. അത് തന്നെയാണോ ഇത് എന്നുള്ളതും ആവാം എന്നാണ് റിപ്പോർട്ടർ പറയുന്നത്. ആ നിലക്ക് പിന്നെ നിർത്തിയതാണ്, എൻ്റെ അടുക്കൽ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട്. ഏതായിരുന്നാലും അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഇബ്നു അബ്ബാസിൻ്റെ അടുക്കൽ അബൂ ജംറ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ഒരു വിഷയം വേറെ ഉണ്ടാവുന്നത്. സുമ്മ കാല ഇന്ന വഫ്ദ അബ്ദുൽ കൈസി അത്തൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് പറഞ്ഞു കൊടുക്കുക അബൂ ജംറയോട്, അബ്ദുൽ കൈസിൻ്റെ വഫ്ദ് നബി സല്ലല്ലാഹുവിൻ്റെ അടുക്കൽ വന്നു ഒരു സമയത്ത്. ഹദീസ് വേറെ വരുന്നുണ്ട്. അസ്സബബു ഫി തഹദീസ് ഇബ്നു അബ്ബാസ് ലി അബീ ജംറ ബി ഹാദിൽ ഹദീസ് കമാ ഫി റിവായത്തി മുസ്ലിമിൻ. എന്താണ് ഈ അബ്ദുൽ കൈസിൻ്റെ വഫദിൻ്റെ ചരിത്രം ഇവിടെ പറയാൻ കാരണം, ഇബ്നു അബ്ബാസ് അബൂ ജംറയോട് പറയാൻ കാരണം, ആ കാരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഇബ്നു അബ്ബാസിൻ്റെയും ജനങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ പരിഭാഷ മുത്തർജിമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണ് വന്ന് ചോദിച്ചു, നബീദിൽ ജരി, നബീദിൻ്റെ ഹുക്കുമ് എന്താണെന്ന് ചോദിച്ചു. നബീദ് പിന്നെ മുന്തിരിങ്ങ കള്ളെടുക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. ഫനഹ അന്നു, അപ്പം എന്താക്കി, അത് നിരോധിച്ചതായിട്ട് ഇബ്നു അബ്ബാസ് അപ്പണിനോട് മസല പറഞ്ഞു, പാടില്ല എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ അബൂ ജംറ പറയാം, ഞാൻ പറഞ്ഞു, ഇബ്നു അബ്ബാസെ, ഇന്നനി അന്തബിദു ഫി ജർറത്തിൻ ഖദ്റാ നബീദൻ ഹുൽബൻ ഫഅശ്റബു മിൻഹു ഫയുകർക്കിറു ബത്നി എന്ന് പറഞ്ഞു. ഞാൻ ജർറത്തിൽ, ഈ ജാടിയിൽ മുന്തിരിങ്ങ കള്ള് ഉണ്ടാക്കാറുണ്ട്, നബീദ് ഉണ്ടാക്കാറുണ്ട്. ഹുൽബൻ നല്ല മധുരമുള്ളതായിരിക്കും. അപ്പോൾ അശ്റബു മിൻഹു, അതിൽ ഞാൻ എന്താക്കും, കുടിക്കും. ഫയുക്കർക്കൊരു ബത്നി, അപ്പോൾ എൻ്റെ പള്ളയിൽ നിന്ന് ഇങ്ങനെ കർക്കറുണ്ടാവും, അതായത് അതിൻ്റെ ഒരു മസ്ത് ഉണ്ടാവും. കാല, അപ്പം ഇബ്നു അബ്ബാസ് പറഞ്ഞു, ലാ തശ്റബ് മിൻഹു, കുടിക്കരുതിട്ടോ എന്ന് പറഞ്ഞു. വൈങ്കാൻ അഹിലാമിനൽ അസ്ലി, അത് തേനേക്കാൾ മധുരമുള്ളതാണെങ്കിലും കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ടെന്താക്കി, അത് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സംഭവം പറയുന്നത്, ഇബ്നു അബ്ബാസ് പറയുന്നത് എന്നാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ നബിൻ്റെ കാലത്തുണ്ടായ ഒരു സംഭവം വിവരിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമാണിത്. ഉമ്മക്കാല ഇന്ന വഫ്ദ അബ്ദുൽ കൈസി, ഇബ്നു അബ്ബാസ് പറയാണ്, അബ്ദുൽ കൈസിൻ്റെ വഫ്ദ് വന്നപ്പോൾ, ലമ്മ അത്തൗൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നപ്പോൾ, കാല, നബി ചോദിച്ചു, മനിൽ കൗമു, ആരായി കൂട്ടർ,
മനിൽ വഫ്തു മനിൽ കൗമൂന്ന മനിൽ വഫ്തു ഏതാ വെച്ചാൽ ഷെക്കിറാവിയാണ്. കാലു അപ്പോൾ അവർ പറഞ്ഞു റബിയത്തു, ഇത് റബിയത്ത് ഗോത്രക്കാരാണ്. കാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ സ്വാഗതം ചെയ്തു. മർഹബൻ ബിൽ ഖൗം ഔ ബിൽ വഫ്ത്. വഫ്ത് എന്നാണ് അവിടെ പറഞ്ഞെങ്കിൽ ഇവിടെ വഫ്ത്, കൗം എന്നാണ് അവിടെ പറഞ്ഞെങ്കിൽ ഇവിടെയും കൗം. മർഹബൻ ബിൽ ഖൗം, സ്വാഗതം. വൈറ ഹസായ വലാ നദാമ, അത് സാധാരണ അവർ പ്രയോഗിക്കുന്നൊരു പ്രയോഗമാണ്. നല്ല സന്തോഷം, ഒരു ഖേദവും വ്യസനവും ഒന്നും കൂടാത്ത നിലക്കുള്ള ഒരു മർഹബ്, തർഹീബ്, പിന്നെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്വാഗതം എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ കാലു യാ റസൂലല്ലാഹ്, പിന്നെ അവർക്ക് പറയാനുള്ള കാര്യം അവർ പറഞ്ഞു, ഇന്നാലാ നസ്തത്തിമാൻ നെയ്ത്തിയൊക്കെ ഇല്ലാപ്പി ഷെഹിൽ അറാമി, ഞങ്ങളും നിങ്ങളും കുറേ ദൂരെയാണ്. അവർ ബഹ്റൈനിലാണെന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും പിന്നെ അവർ പറയുന്നത് ഈ മാസത്തിലല്ലാതെ തങ്ങളടുക്കൽ വരാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതായത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം ജാഹിലിയ കാലത്തും പരിഗണിച്ചിരുന്നു. അപ്പം ഈ മാസത്തിൽ യുദ്ധം ഹറാമാക്കപ്പെട്ട, യുദ്ധം നടക്കാത്ത മാസങ്ങളിലേ നമുക്കെന്താക്കാൻ പാടുള്ളൂ, വരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും വരാൻ കഴിഞ്ഞോളന്നില്ല. ഒബൈനക്ക ഹാദിൽ ഹയ്യമിൻ കുഫാരി മുലറിലെ കുഫാരിയങ്ങൾപ്പെട്ട ഹയ്യ ഒരു ഗോത്രം ഞങ്ങൾ പോരുന്ന വൈക്കലുണ്ട്. അപ്പം അതുകൊണ്ട് അവരെ ഞങ്ങൾ പേടിക്കുന്നു, എന്തെങ്കിലും അക്രമം അനീതിയൊക്കെ ഉണ്ടായേക്കാമല്ലോ. അതുകൊണ്ട് ഈ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസത്തിൽ മാത്രമേ ഞങ്ങൾ സുരക്ഷിതരായി ഇങ്ങോട്ട് വരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഫമുർനാബി അംരിൻ ഫസ്ലിൻ, വളരെ വിശദമായ കാര്യം ഞങ്ങളോട് തങ്ങൾ കൽപ്പിക്കണം. നുഹ്ബിർ ഭീമ വറാന, ഞങ്ങൾ നാട്ടിൽ കുറേ ആൾക്കാർ, ഞങ്ങളൊരു സംഘമല്ലേ വന്നിട്ടുള്ളൂ, ഞങ്ങളുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട്, അവരോട് ഞങ്ങൾക്ക് ആ വർത്തമാനം പറയണം, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. വനദ്ഖുലു ബിഹിൽ ജന്ന, അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ കടക്കും ചെയ്യും. അപ്പോൾ സ്വർഗത്തിൽ കടക്കുന്ന പണി എന്താണെന്ന് വിശദമായിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. എന്നിട്ട് ഞങ്ങളും ഞങ്ങളുടെ നാട്ടിലുള്ളവരും ആ നിലക്ക് പ്രവർത്തിച്ച് സ്വർഗത്തിൽ കടക്കണം. അപ്പോൾ അവർ ചോദിച്ചു, വസഅലുഹുനിൽ അശ്രിബ, കുടിക്കാൻ പറ്റുന്നതും കുടിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് വിവരിച്ചു തരണമെന്ന് പറഞ്ഞു. ഫാമറഹും, അപ്പോൾ അവരോട് കൽപ്പിച്ചു, ബി അർബൈൻ, 4 കാര്യം, വനഹാവുമൻ അർബൈൻ, 4 കാര്യം നിരോധിക്കുകയും ചെയ്തു. കൽപ്പിച്ച കാര്യം ഏതാ? അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദ, അള്ളാഹുവിനെ കൊണ്ട് മാത്രം വിശ്വസിക്കുക, അവനെ തൗഹീദാക്കുക എന്നർത്ഥം. അള്ളാഹു ഇലാഹി ഏകനാണെന്നുള്ള ആ തൗഹീദ് കൊണ്ട് വിശ്വസിക്കുക. കാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തദ്റൂന മൽ ഈമാനു ബില്ലാഹി വഹദ, അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് അറിയോ? കാലു അള്ളാഹു റസൂലുഹു, ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ, അള്ളാഹു റസൂലിനാണ് അറിയാമെന്ന് പറഞ്ഞു. കാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ ഇഖാമു സലാത്തി, മൂന്നാമത്തെ ഈതാഉ സക്കാത്തി, സിയാമു റമളാൻ. പിന്നെ പറഞ്ഞത് അൻ തുഅ്തു മിനൽ മഗ്നമിൽ ഖുമുസ, നേരത്തെ നമ്മൾ പറഞ്ഞ വനീമത്തിൽ നിന്നുള്ള അൻഫാൽ സൂറത്തിലെ 41-ാമത്തെ ആയത്ത് ധരിച്ച ആ സംഗതി, വനീമത്തിൽ നിന്ന് 1/5 എന്താക്കണം, ഖുർആൻ നിർദ്ദേശിച്ച ആൾക്കാർക്ക് കൊടുക്കണം. അങ്ങനെ 4 കാര്യം കൽപ്പിച്ചു. വനഹാവുമൻ അർബഈൻ, 4 കാര്യം നിരോധിച്ചു. ഏതൊക്കെയാണത്? അനിൽ ഹൻതമി വദ്ദുബായി വന്നഖീരി ഉൽ മുസഫത്തി, അത് 4 പാത്രങ്ങളാണത്. സാധാരണ നബീദൊക്കെ ഇട്ടിട്ട് കള്ളുണ്ടാക്കുന്ന പാത്രങ്ങളാണ്. അതിലിട്ടാൽ വേഗം എന്താവും, ഇസ്കാറുണ്ടായിത്തീരും, വേഗം കള്ളായിത്തീരും. അങ്ങനത്തെ ചില പാത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നതാണത്. അപ്പോൾ പാത്രങ്ങളെ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ആ കള്ളുണ്ടാക്കുന്ന സംഗതി എന്താക്കി നിരോധിച്ചു എന്നുള്ള അർത്ഥത്തിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹൻതം എന്ന് പറഞ്ഞാൽ ഈ കളിമണ്ണ് കൊണ്ട് രക്തവും അതുപോലെ രോമങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു പാത്രമാണ്. അത് കള്ള് വേഗം കള്ളാവാൻ, സക്ര ഉണ്ടാവാൻ സഹായിക്കും. ദുബ്ബ എന്ന് പറഞ്ഞാൽ ചെരങ്ങത്തോടാണ്, ചെരങ്ങൻ്റെ തോട് ഉണക്കിയിട്ട് അതൊരു പാത്രമായിട്ട് ഉപയോഗിക്കും. നക്കീർ എന്ന് പറഞ്ഞാൽ ഈ ഇത്തപ്പനൻ്റെ ഒക്കെ മരട്, നമ്മൾ കുന്താണി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കലുണ്ടായിരുന്നു പണ്ട്, നെല്ല് കുത്താനൊക്കെ, എന്നതുപോലെ ഒരു പാത്രമാക്കി തുറന്നുണ്ടാക്കും. ഏത്? ഈ ഈത്തപ്പനയുടെ വേര്, അത് പിന്നെ പാത്രമാക്കിയിട്ട് അതിലും എന്താക്കും, ഇതുപോലെ നബീദ് കള്ളാക്കും. മുസഫത്ത് എന്ന് പറഞ്ഞാൽ ഈ താറ് പൂശുന്ന ഒരു പാത്രമാണ്. താറ് കൊണ്ട് പൂശിയ
ഒരു പാത്രം, തോണിക്കും അതുപോലെ കപ്പലിനൊക്കെ പരട്ടുന്ന ഈ താറാണ്. അതിന് ഉറുബമാ കാല അൽ മുഖയ്യർ എന്ന് പറഞ്ഞാൽ കാറ് പരട്ടിയെന്ന് തന്നെ, കാറ് എന്ന് പറഞ്ഞാൽ താറ്. എന്നിട്ട് വക്കാല ഹിഫലുഹുന്ന, വിസലാസ് അവരോട് പറഞ്ഞു, അത് നിങ്ങൾ സൂക്ഷിച്ചോളി, 4 കാര്യം ഞങ്ങളോട് പറഞ്ഞെന്നല്ലോ, അത് നിങ്ങൾ സൂക്ഷിച്ചും അത് നിങ്ങൾ കാത്ത് അതിൽ നിലക്ക് ജീവിച്ചോളി. വാഹ്ബിറൂഹിന്ന, അത് നിങ്ങൾ മനപ്പാടാക്കിയിട്ട് അത് നിങ്ങൾ വാഹ്ബിറൂ ബിഹിന്ന, അവ പറഞ്ഞു കൊടുത്തോളി, വറാക്കും, നിങ്ങളുടെ പിന്നിലുള്ളവർക്ക്, നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തോളി എന്ന് പറഞ്ഞു. ഇതാണ് വിഷയം. അപ്പം ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു, ഈ ഇതിൻ്റെ ബാബിൻ്റെ ഹെഡിങ്ങിൽ പറഞ്ഞത് ഹുമുസ്, മഗ്നമിൽ നിന്നുള്ള ഹുമുസ് കൊടുക്കൽ ഈമാനിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ് അതവിടെ പറഞ്ഞു ചെയ്തു. അതിൻ്റെ പുറമെ പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ ഈമാൻ കാര്യവും ദീനുമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇവിടുത്തെ സംഗതി. ബാബുൻ അദാഉൽ ഹുംസി മിനൽ ഈമാൻ, ഹുമുസ്, വനീമത്തിൻ്റെ ഹുമുസ് വിതരണം ചെയ്യണം. ഖുർആൻ നിർദ്ദേശിച്ചതുപോലെ വിതരണം ചെയ്യണം. 5 ഓരി വെച്ച്, വനീമത്ത് മുതൽ 5 ഓരി വെച്ച് 5-1 പാവപ്പെട്ടവർക്ക്, ഖുർആൻ നിർദ്ദേശിച്ച ആളുകൾക്ക് വിതരണം ചെയ്യുക. 4 ഓരി യുദ്ധം ചെയ്ത് വനീമത്ത് എടുത്തവരാരാണ് അവർക്കുള്ളതാണ്. അത് സംബന്ധിച്ച് ഖുർആനിൽ അൻഫാൽ സൂറത്തിലെ 41-ാമത്തെ ആയത്ത്, വഅലമു അന്നമാ ഗനിംതും മിൻ ഷൈഇൻ ഫഅന്ന ലില്ലാഹി ഖുമുസഹു വലിർ റസൂലി വലിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീനി വബിനിസ് സബീൽ ഇൻ കുൻതും ആമൻതും ബില്ലാഹി വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത് വിതരണം ചെയ്യണം. അപ്പം ഖുർആൻ്റെ കൽപ്പനയാണല്ലോ, അത് ഈമാനിൽപ്പെട്ടതാണ്. മറ്റ് അമലുകളെ പോലെ തന്നെ ഖുർആൻ കൽപ്പിച്ചത് കൊണ്ട് അത് ഈമാനിൽപ്പെട്ട കൽപ്പനയാണ് എന്ന് പറയലാണ്. അപ്പം നമ്മളെ അമലുകളൊക്കെ ഈമാനിൽപ്പെട്ടതാണ് എന്ന് പറയുന്നതിന് ഭാഗം തന്നെ. അതിൽ 53-ാമത്തെ ഹദീസ്, ഹദ്ദസന അലി ഇബ്നുൽ ജഅദി ഖാല അഖ്ബറനാ ശുഅബത്തു അൻ അബി ജംറത ഖാല കുൻതു അഖഉദു മഅ ഇബ്നി അബ്ബാസ് യുജ്ലിസുനി അലാ സരീരിഹി ഫഖാല അഖിം ഇൻദി ഹത്താ അജ്അല ലക സഹ്മൻ മിൻ മാലി فأقمت معه شهرين ثم قال إن وفد عبد القيس لما أتوا النبي صلى الله عليه وسلم قال من القوم أو من الوفد قالوا ربيعة قال مرحبا بالقوم أو بالوفد غير خزايا ولا ندامة فقالوا يا رسول الله إنا لا نستطيع أن نأتيك إلا في الشهر الحرام وبيننا وبينك هذا الحي من كفار مضر فمرنا بأمر فصل نخبر به من وراءنا وندخل به الجنة وسألوه عن الأشربة فأمرهم ب40 ونهاهم عن 40 أمرهم بالإيمان بالله وحده قال أتدرون ما الإيمان بالله وحده قالوا الله ورسوله أعلم قال شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وصيام رمضان وأن تعطوا من المغنم الخمسا ونهاهم من 40 عن الحنتم والدباء والنقير والمزفة وربما قال المقير قال احفظوهن وأخبروا بهن من وراءكم صدق رسول الله.